എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡൈനാമിക് സെനേരിയോ ഔട്ട്ലൈൻ വിത്ത് അറ്റ് ദ റൈറ്റ് സെറ്റപ്പ് ടാഗ് ഇൻ കരേട്ടയെ കുറിച്ചാണ്. ആദ്യമേ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇൻ കേസസ് വെയർ ദ ഡേറ്റ സോഴ്സ് നീഡ്സ് മൾട്ടിപ്പിൾ സ്റ്റെപ്സ്, ഫോർ എക്സാമ്പിൾ ഇഫ് an API നീഡ്സ് ടു ബി കോൾഡ് to get a JSON array, you can call a separate scenario to set up this data. The @setup tag is built in for this purpose, and any scenario tagged with this will behave like @ignore. So the only way to call this scenario is by using the karete.setup JS API. And since it is common to run a @setup scenario only once per feature, you can call karete.setup once. ചില കേസുകളിൽ ഒരു APIക്ക് JSON array ആവശ്യമായിട്ട് വരുന്ന കേസുകളിൽ നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റെപ്സ് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കേസുകളിൽ നമുക്കൊരു സെപ്പറേറ്റ് സെനാരിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സെനാരിയോ യൂസ് ചെയ്ത് ആ APIക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. കരേട്ടയ്ക്കകത്ത് @setup എന്ന് പറഞ്ഞൊരു ബിൽറ്റ് ഇൻ ടാഗ് ഉണ്ട്. അപ്പോൾ ഈ ടാഗ് വെച്ച് മാപ്പ് ചെയ്തിരിക്കുന്ന സെനാരിയോ ഒരു @ignore ടാഗ് പോലെ ബിഹേവ് ചെയ്യും. അപ്പം ഈ @setup വെച്ച് ടാഗ് ചെയ്തിരിക്കുന്ന സെനേരിയോ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ JS API karete.setup എന്നുള്ള മെത്തേഡ് വിളിച്ചാൽ നമുക്ക് @setup എന്ന ടാഗ് വെച്ച് മാപ്പ് ചെയ്തിരിക്കുന്ന സെനേരിയോ കോൾ ചെയ്യാൻ സാധിക്കും. റിയലായിട്ട് നമ്മൾ API ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സെനേരിയോ ഒരു ഫീച്ചർ ഫയലിനകത്ത് വൺസ് മാത്രമായിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ karete.setup വൺസ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്താൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഡെമോയിൽ കാണിക്കുന്നതായിരിക്കും. ഞാൻ എക്ലിപ്സ് IDE ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഡൈനാമിക് സെനേരിയോ ഔട്ട്ലൈൻ വിത്ത് സെറ്റപ്പ് ടാഗ് ഡോട്ട് ഫീച്ചർ എന്നൊരു ഫയല് കരേട്ടെ API ടെസ്റ്റ് എന്ന പ്രൊജക്റ്റിനുള്ളിൽ SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് കോഡിനകത്ത് com.test എന്നൊരു പാക്കേജ് ഉണ്ട്. അതിൽ ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫീച്ചർ ഫയലിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം രണ്ട് സെനേരിയോ ഔട്ട്ലൈൻ ഉണ്ട്. രണ്ടും സെയിം കോഡ് തന്നെയാണ്. സെനേരിയോയുടെ പേര് മാത്രമാണ് ചെറിയൊരു ചേഞ്ച്. ഇവിടെ സെനേരിയോ 1 എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ സെനേരിയോ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി കോഡുകളെല്ലാം സെയിം ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സെനേരിയോ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ ഈ ഒരു JSON ഫയൽ റീഡ് ചെയ്ത് രജിസ്റ്റർ എന്ന വേരിയബിളിലേക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഞാനൊരു @setup എന്നൊരു ടാഗ് യൂസ് ചെയ്ത് മാപ്പ് ചെയ്തിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡൈനാമിക് സെനാരിയോ ഔട്ട്ലൈൻ എന്നൊരു കൺസെപ്റ്റ് ഷെയർ ചെയ്തിരുന്നു. അവിടെ ഞാൻ പാസ് ചെയ്യേണ്ട പേലോഡ് റീഡ് ചെയ്ത് എക്സാമ്പിൾസ് എന്ന സെക്ഷനിൽ കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ ഞാൻ ഒരു സെനാരിയോ എഴുതി അതിനെ ഞാൻ @setup എന്നുള്ള ടാഗ് കൊടുത്തു. അതിനുശേഷം രജിസ്റ്റർ എന്ന വേരിയബിളിലേക്ക് റീഡ് ചെയ്തെടുത്ത ഡേറ്റ സ്റ്റോർ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഫസ്റ്റ് സെനാരിയോ ഔട്ട്ലൈൻ്റെ കേസിൽ ഇവിടെ karete.setup എന്നുള്ള JS API കോൾ ചെയ്തു. അതിലേക്ക് ഡോട്ട് രജിസ്റ്റർ എന്നുള്ള ഈ വേരിയബിൾ പാസ് ചെയ്തു. അതേ കേസ് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഞാൻ karete.setup.register എന്ന JS API എന്നെ കോൾ ചെയ്തു. അപ്പോൾ ഈ APIക്ക് വേണ്ട പേലോഡ് ഈ സെനാരിയോ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ട് സെനാരിയോ ഔട്ട്ലൈനും ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ സെനാരിയോ ആയിരിക്കും. കാരണം ഇതിനെ ടാഗ് ചെയ്തിരിക്കുന്ന @setup വെച്ചാണ്. അതുപോലെ ആ JS API രണ്ട് സെനാരിയോ ഔട്ട്ലൈൻ്റെ എക്സാമ്പിൾ സെക്ഷനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. ഞാൻ ഈ റിപ്പോർട്ട് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുവാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ടോട്ടൽ 10 സെനേരിയോസ് ഉണ്ട്. കാരണം രണ്ട് സെനേരിയോ ഔട്ട്ലൈൻ ഉണ്ട്. ഈ JSON ഫയലിനകത്ത് 5 സെറ്റ്സ് ഓഫ് ഡേറ്റയാണുള്ളത്. ഞാൻ ആ JSON ഫയലിൻ്റെ കണ്ടന്റ് കൂടെ നിങ്ങളെ കാണിക്കാം. JSON ഫയൽ ഞാൻ ടെസ്റ്റ് ഡേറ്റ എന്ന പാക്കേജിനകത്താണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതൊരു അറേ ആണ്. ഈ അറേക്കകത്ത് 5 സെറ്റ്സ് ഓഫ് ഡേറ്റ ഉണ്ട്.
അങ്ങനെ ടോട്ടൽ 2 സെനേരിയോ ഔട്ട്ലൈൻ ഉണ്ട്. അപ്പം 2 സെനേരിയോ ഔട്ട്ലൈനും ഇവിടെ കൂട്ടി 10 സെനേരിയോസ് വരും. അതാണ് ഇവിടെ റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്നത്. അതെല്ലാം പാസ്സായി. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഫസ്റ്റ് സെനേരിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ @setup എന്നുള്ള ആ ബിൽറ്റ് ഇൻ ടാഗിൻ്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ സെനേരിയോ ഔട്ട്ലൈനകത്ത് 5 rows ഓഫ് ഡേറ്റ ഉണ്ട്. അതാണ് 5 സെനേരിയോ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് സെക്കൻഡ് ഡൈനാമിക് സെനേരിയോ ഔട്ട്ലൈൻ ആണ്. ഇവിടെയും @setup എന്നുള്ളത് കോൾ ആയിട്ടുണ്ട്. അതിവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ ഫീച്ചർ ഫയലിന് വേണ്ടി ഒറ്റത്തവണ കോൾ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഫീച്ചർ ഫയലിനകത്ത് സെറ്റപ്പ് എന്നുള്ളത് മാറ്റി സെറ്റപ്പ് വൺസ് എന്നാക്കുക. അതുപോലെ ഇവിടെ അതേ ചേഞ്ച് വരുത്തുക. ഞാൻ ഫയൽ സേവ് ചെയ്യുന്നു, വീണ്ടും റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. സെനേഴ്സ് 10 പാസ് എന്നുള്ളത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ HTML റിപ്പോർട്ട് വേറൊരു ടാബിൽ ഓപ്പൺ ചെയ്യാം. ഇവിടെയും 10 സെനേരിയോസ് വരും. കാരണം 2 സെനേരിയോ ഔട്ട്ലൈനകത്ത് വെച്ച് 5 rows ഓഫ് ഡേറ്റ ആണുള്ളത്. അങ്ങനെ ടോട്ടൽ 10 സെനേരിയോസ് വരും. ഇവിടെ ഫസ്റ്റ് സെനേരിയോയുടെ കേസിൽ @setupനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് സെനേരിയോ ഔട്ട്ലൈനിൻ്റെ കേസിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ 18th ലൈനിൽ @setup എന്നുള്ള ആ സെനേരിയോയുടെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. കാരണം നമ്മൾ സെറ്റപ്പ് വൺസ് എന്നുള്ള JSAPI ആണ് കോൾ ചെയ്ത്. ഇതിനു മുമ്പ് റൺ ചെയ്തപ്പോൾ വന്ന റിപ്പോർട്ടിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ 18th ലൈനിൽ ആ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ഫീച്ചർ ഫയലിനകത്ത് വൺസ് മാത്രം ഡേറ്റാസ് സെറ്റപ്പ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് karate.setup once എന്നുള്ള JSAPI കോൾ ചെയ്യാം. അപ്പം കരേട്ടയിലെ @setup എന്ന ടാഗിൻ്റെ പ്രാക്ടിക്കൽ യൂസേജ് ഡൈനാമിക് സെനേരിയോ ഔട്ട്ലൈനിനകത്ത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും ക്ലിയറായി മനസ്സിലായെന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. Thanks for watching and keep learning.